നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണം എന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയപ്പെട്ട വ്യക്തിയെ ഓർക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. ഇവിടെ നമുക്ക് ബോട്ടം കിട്ടിയിരിക്കുന്നത് ദ ഹെർമിറ്റ് കാർഡാണ്. എയ്റ്റ് ഓഫ് വാണ്ട്സ്, 4 ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ്, the tower, queen of wands, ace of cups. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഈ റീഡിങ്ങിലെ ആദ്യത്തെ കാർഡ് 8 ഓഫ് വാണ്ട്സ് ആണ്. തുടക്കത്തിൽ വേഗത്തിലുള്ള മാറ്റങ്ങളെയും ചിന്തകളുടെ ഒഴുക്കിനെയുമാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പെട്ടെന്നാണ് അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. മുൻപ് പറയാൻ സാധിക്കാതെ പോയ കാര്യങ്ങൾ സംസാരിക്കാനോ നിങ്ങളോട് വീണ്ടും കോണ്ടാക്റ്റ് ചെയ്യാനോ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. 4 ഓഫ് കപ്സ് കാർഡും ഈ റീഡിങ്ങിൽ വന്നിട്ടുണ്ട്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് മുൻപ് നിങ്ങളുടെ സ്നേഹവും സാന്നിധ്യവും അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അവർക്ക്. അവർ മറ്റെന്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാതെ പോവുകയോ ചെയ്തു. എന്നാൽ ഇപ്പോൾ ആ മനോഭാവത്തെക്കുറിച്ച് ഓർത്ത് അവർ വളരെ ദുഃഖിക്കുന്നുണ്ട് എന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ഇവിടെ 5 ഓഫ് കപ്സ് കാർഡും വന്നിട്ടുണ്ട്. നിങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ വലിയ വിഷമത്തിലൂടെയാണ് അവർ ഇപ്പോൾ കടന്നു പോകുന്നത്. കഴിഞ്ഞുപോയ തെറ്റുകളെക്കുറിച്ചും നഷ്ടമായ മനോഹരമായ ബന്ധത്തെക്കുറിച്ചും ഓർത്ത് അവർ ദുഃഖിക്കുന്നുണ്ട് എന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. അവർ നിങ്ങളെ നഷ്ടപ്പെടുത്തിയ വഴി വരുത്തി വെച്ച നഷ്ടം എത്ര വലുതാണെന്നും നിങ്ങളുടെ വില എന്താണെന്നും അവർ ഇപ്പോൾ പൂർണ്ണമായും തിരിച്ചറിയുന്നുണ്ട്. ദ ടവർ കാർഡ് അപ്രതീക്ഷിതമായ തിരിച്ചറിവിനെ സൂചിപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു തിരിച്ചറിവോ അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളുടെയും തകർച്ചയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളില്ലാത്ത അവസ്ഥ അവരുടെ ലോകത്തെ മുഴുവനായി ഉലച്ചു കളഞ്ഞു. നിങ്ങളുടെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാൻ ഈ ഒരു തകർച്ച അവർക്ക് ആവശ്യമായിരുന്നു എന്നാണ് ദ ടവർ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് വാണ്ട്സ് കാർഡും വന്നിട്ടുണ്ട്. ഈ കാർഡ് നിങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ആകർഷകമായ വ്യക്തിത്വവും കരുത്തും ഈ കാർഡ് സൂചിപ്പിക്കുന്നു. നിങ്ങളെ അവർ ഇപ്പോൾ കാണുന്നത് അതിശക്തയായ ആകർഷകമായ സ്വതന്ത്രയായ ഒരു വ്യക്തിയായിട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മൂല്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആത്മവിശ്വാസമുള്ള നിങ്ങളുടെ ഈ മാറ്റം അവരെ നിങ്ങളിലേക്ക് വീണ്ടും ആകർഷിക്കുന്നു. ഈ റീഡിങ്ങിൽ ഏസ് ഓഫ് കപ്സ് കാർഡും വന്നിട്ടുണ്ട്. ഈ കാർഡ് പുതിയ സ്നേഹവും ബന്ധത്തെ വീണ്ടെടുപ്പിനെയുമാണ് സൂചിപ്പിക്കുന്നത്. റീഡിങ്ങിൻ്റെ അവസാന കാർഡാണിത്. ഈ കാർഡ് പുതിയൊരു തുടക്കത്തെയും ആഴത്തിലുള്ള സ്നേഹത്തെയുമാണ് കാണിക്കുന്നത്. തെറ്റുകൾ തിരുത്തി പൂർണ്ണ മനസ്സോടെ ഹൃദയശുദ്ധിയോടെ ഒരു പുതിയ തുടക്കത്തിന് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ഏസ് ഓഫ് കപ്സ് കാർഡ് സൂചിപ്പിക്കുന്നത്. തെറ്റുകളിൽ നിന്ന് പഠിച്ച് കൂടുതൽ ആഴമുള്ള സ്നേഹം നൽകാൻ അവർ തയ്യാറാണെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയാതെ നിങ്ങളെ അവഗണിച്ച അവർ ഇപ്പോൾ നിങ്ങളുടെ മൂല്യം പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കുന്നു. അപ്രതീക്ഷിതമായ തിരിച്ചറിവുകൾക്ക് ശേഷം നിങ്ങളുടെ ശക്തമായ വ്യക്തിത്വവും അവർക്ക് കൂടുതൽ വ്യക്തമായി വരുന്നു. മനസ്സിൽ നിങ്ങൾ മായാതെ വരുന്നു. സംസാരിക്കാനും ശുദ്ധമായ സ്നേഹത്തോടെ ഒരു പുതിയ തുടക്കം കുറിക്കാനും അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ഇതാണ് കാർഡുകളിലൂടെ പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.